പ്രിയ സുഹൃത്തുക്കളെ, ഒരു ഗംഭീര വാർത്ത ഉണ്ട്. വാലന്റൈൻസ് ഡേ വരാൻ പോകുന്നു ഫെബ്രുവരി 14. ഇനി കുറച്ചുകൂടി ദിവസം ഉള്ളൂ. ഇന്ന് 8-ാം തീയതിയാണ്. അപ്പോഴിതാ ഒരു വാർത്ത വന്നിരിക്കുന്നു. നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കട്ടെ. കാണാൻ കഴിയുന്നുണ്ടല്ലേ? വാലന്റൈൻസ് ഡേ പശുക്കളോടൊപ്പം. അടിപൊളി. ഫെബ്രുവരി 14 കൗ ഹഗ് ഡേ ആയി ആചരിക്കണമെന്ന് കേന്ദ്ര സർക്കാർ. എങ്ങനെയുണ്ട്? നമ്മുടെ നാട്ടിലുള്ള മനുഷ്യന്മാര് തമ്മിൽ കൂടിച്ചേരുന്ന ആഘോഷങ്ങളൊന്നും ഇവന്മാർക്ക് ഇഷ്ടമല്ല. മനുഷ്യന്മാര് തമ്മിൽ കൂടിച്ചേരുക, മനുഷ്യന്മാര് ജാതി മതം നോക്കാതെ ഒരുമിച്ചിരിക്കുക, ഒരുമിച്ചിരുന്നിട്ട് ഭക്ഷണം കഴിക്കുക, മനുഷ്യന്മാർ ജാതി മതം നോക്കാതെ ഒരുമിച്ച് യാത്ര ചെയ്യുക, ജാതി മതം നോക്കാതെ വിവാഹം കഴിക്കുക, ജാതി മതം നോക്കാതെ ഭരണത്തിൽ പങ്കാളികളാവുക എന്ന് പറയുന്ന പരിപാടിയൊന്നും ഇവർക്ക് ഇഷ്ടമേ അല്ല. അങ്ങനെ ഇവർക്ക് ഫെബ്രുവരി 14 എന്ന് പറയുന്ന വാലന്റൈൻസ് ഡേ ആണ്, പ്രണയത്തിന് ദിനമാണ് അല്ലേ? കമിതാക്കളും പ്രണയിക്കുന്നവരും പ്രണയമില്ലാത്തവരും, ഇനിയിപ്പോ ഭാവിയിൽ എന്തെങ്കിലുമൊക്കെ പ്രണയം സാധുള്ളവരും മനസ്സിന്റെ ഉള്ളിൽ ആരോടെങ്കിലൊക്കെ പ്രണയം കാത്തു സൂക്ഷിക്കുന്നവരെല്ലാം അന്ന് ഹൃദയം കൈമാറുന്ന ദിവസമാണ്. പക്ഷെ അന്നെങ്കിലും തന്റെ ഇഷ്ടപ്പെട്ട ആളുകൾക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് വാങ്ങിച്ചു കൊടുക്കും. അന്ന് ഏറ്റവും കൂടുതൽ ചോക്ലേറ്റുകളൊക്കെയാണ് നമ്മുടെ നാട്ടിലൊക്കെ വിൽപ്പനയ്ക്ക് വെക്കുക. അത് ഹൃദയത്തിന്റെ ചോക്ലേറ്റുകളൊക്കെ വിൽപ്പനയ്ക്ക് വെക്കും. അത് മുഴുവൻ വാങ്ങിച്ചു കൊണ്ടുപോയിട്ട് കാമുകൻ കാമുകിക്കും, കാമുകിനൊക്കെ കൊണ്ടുപോയി കൊടുക്കും. അങ്ങനെ പ്രണയത്തിന്റെ അതിഗംഭീരമായ നിമിഷങ്ങളൊക്കെ ആചരിക്കേണ്ട സമയത്ത് നമുക്ക് വന്നിരിക്കുന്നത് ഫെബ്രുവരി 14 കൗ ഹഗ് ഡേ. പശുക്കളെ പോയിട്ട് കെട്ടിപ്പിടിക്കണം. എങ്ങനെയുണ്ട് പ്രേമം? എങ്ങനെ വേണം? പശുക്കളെ പോയിട്ട് കെട്ടിപ്പിടിക്കുന്ന ദിവസമായിരിക്കണം. അതായത് ഏതെങ്കിലും പശുവിനെ എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ സംഘികൾ എല്ലാവരും പോയിട്ട് എന്ത് ചെയ്യും? പശുവിനെ ഹഗ് ചെയ്യും. സത്യം എന്താ ഇതിനൊക്കെ പറയാ. ചിലപ്പോ പ്രേമിക്കാൻ ഈ സംഘികൾക്ക് ആരും കിട്ടുന്നില്ല എന്നുള്ള ഈ അടുത്ത കാലത്ത് വന്നൊരു റിപ്പോർട്ടായിരുന്നു കേട്ടോ. അത് നിങ്ങൾ ആരെങ്കിലും വായിച്ചായിരുന്നു? അതായത് സംഘികളെ ഈ കയ്യിൽ ഇതൊക്കെ കെട്ടി കിടക്കുന്ന ആളുകളില്ലേ, ഇവരൊന്നും പ്രേമിക്കാൻ ആളില്ല അത്രേ. കാരണം ഇതൊക്കെ ഇങ്ങനെയുള്ള ആളുകൾക്ക് മുഴുവൻ തലയിൽ തലച്ചോറില്ല എന്നാണ് കേരളത്തിലെ പല പെൺകുട്ടികളും വിശ്വസിക്കുന്നത്. അപ്പോ സംഘികൾക്ക് തലയിൽ തലച്ചോറില്ല എന്നുള്ള തെളിവുമായിട്ടാണ് ഇതൊക്കെ കെട്ടി നടക്കുന്നത്. അതുകൊണ്ട് അത്തരം ആളുകളെ പ്രണയിക്കുന്നില്ല അത്രേ. അപ്പൊ വേണമെങ്കിൽ ഈ പറഞ്ഞ പരിപാടിയൊക്കെ നടക്കും. കാരണം ഫെബ്രുവരി 14 പ്രണയ ദിവസമാണ്, വാലന്റൈൻസ് ഡേ ആണ്. അപ്പൊ അന്ന് പ്രണയിക്കാൻ കിട്ടാത്ത, കാമുകിമാരെ കിട്ടാത്ത, ഒരു പ്രിയപ്പെട്ടവളൊന്ന് ആലിംഗനം ചെയ്യാനെങ്കിലും ഒരു അവസരം കിട്ടാത്ത എല്ലാ സംഘികൾക്കും കാമുകിയായിട്ട് പശുക്കളെ പോയിട്ട് കെട്ടിപ്പിടിക്കാം. എന്റെ പൊന്നു സുഹൃത്തുക്കളെ, ഇനി പ്രകൃതി വിരുദ്ധ ലൈംഗിക കാര്യത്തിൽ നിങ്ങൾ പെട്ടുപോകരുത്. ഞാൻ പറഞ്ഞുതരാം. കെട്ടിപ്പിടിക്കാനേ പറഞ്ഞിട്ടുള്ളൂ. ഒന്ന് പോയിട്ട് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് ഹഗ് ചെയ്യണ പോലെ ഇങ്ങനെ ഒരു സംഗതി മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതിന്റെ അപ്പുറത്തേക്കൊന്നും പറഞ്ഞിട്ടില്ല. നിങ്ങൾ അതിന്റെ അപ്പുറത്തേക്കൊന്നും പോകരുത്. വലിയ പ്രശ്നം, നാണക്കേടോ. പിന്നെ നാട്ടിൽ ജീവിക്കാൻ പറ്റില്ല. സത്യമാണ്, നാട്ടിൽ ജീവിക്കാൻ പറ്റില്ല. നാണക്കേട്. പിന്നെ അവസാനം അയ്യോ പിന്നെ നാട്ടുകാരൊക്കെ എന്തൊക്കെ പറയുന്നറിയോ? നേരം പിന്നെ ജന്മത്തില് പെണ്ണ് കിട്ടൂല. എന്തിനാ വെറുതെ വേണ്ടാത്തന്നെ കേൾക്കണം? ഇതിപ്പോ കൗ ഹഗ് ഡേ പറഞ്ഞിട്ട് കൗവിനൊന്ന് ഹഗ് ചെയ്യാം. എന്തായാലും നിങ്ങളെല്ലാവരും കൗവിനെ ഹഗ് ചെയ്ത് നടക്കുന്ന സമയത്ത് നമ്മൾ നമ്മുടെ പ്രിയപ്പെട്ടവളെ ഹഗ് ചെയ്യും, പ്രിയപ്പെട്ടവരെ ഹഗ് ചെയ്യും. എന്തായാലും പ്രണയത്തിനല്ലേ. ഇപ്പോ എന്താ പറയുക, പെണ്ണുങ്ങളോട് മാത്രമാണ് പ്രണയം. അങ്ങനൊന്നല്ലല്ലോ. നമുക്ക് ലോകത്തെ എല്ലാവരും ഇഷ്ടമല്ലേ? ഇഷ്ടമുള്ള മനസ്സിനോട് ഇഷ്ടം തോന്നുന്ന എല്ലാ മനുഷ്യരെയും ഒന്ന് ഹഗ് ചെയ്തോളുന്നേ. എന്താ പ്രശ്നമുള്ളത്? നമ്മൾ ഇഷ്ടമുള്ള ആളുകളാണ്. ആണുങ്ങളെ ഇഷ്ടപ്പെടുന്നില്ലേ? അതിനെല്ലാറ്റിലും വേറെ അർത്ഥമൊന്നും കണ്ടെടുത്ത് കരുത് കേട്ടോ. ഇവന്മാരോടൊന്നും പറയാൻ പറ്റൂല. അതുകൊണ്ടാ. അപ്പൊ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചുമ്മാ ഹഗ് ചെയ്യുക. ആ ദിവസത്തില് അതൊന്ന് പ്രകടിപ്പിക്കുന്ന ദിവസമാണ്. ഇഷ്ടപ്പെട്ടവർക്ക് ഒരു മിഠായിക വാങ്ങിച്ചു കൊടുക്കുക. അങ്ങനെ മനുഷ്യന്മാരിങ്ങനെ പുരുഷനെയും സ്ത്രീയൊക്കെ ഹഗ് ചെയ്തിട്ട് ആ ഒരു ദിവസം അതിസുന്ദരമായിട്ട് മുന്നോട്ട് വരുമ്പോൾ നിങ്ങൾ നാട്ടിലത്തെ പശുക്കൾ മുഴുവൻ ഹഗ് ചെയ്തിട്ട് സെൽഫി എടുത്തിട്ട് സ്റ്റാറ്റസ് ഇടണം. അത് അടിപൊളിയായിരിക്കും. അപ്പൊ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തട്ടെ. ഫെബ്രുവരി 14 നമുക്ക് സ്റ്റാറ്റസുകളിൽ കാണാം. ബൈ.